മഹാത്മാഗാന്ധി സർവകലാശാലയിലെ ജീവനക്കാർക്കും പെൻഷൻകാർക്കും ശമ്പളവും പെൻഷനും മുടങ്ങിയതിൽ മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റി പെൻഷനേഴ്സ് യൂണിയൻ പ്രതിഷേധിച്ചു. അസോസിയേഷന്റെ നേതൃത്വത്തിൽ സർവകലാശാല ക്യാമ്പസിൽ ചൊവ്വാഴ്ച രാവിലെ 10:30 മുതൽ പ്രതിഷേധ ധർണ നടത്തുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ എം.എൽ.എ. പ്രതിഷേധ ധർണ ഉദ്ഘാടനം ചെയ്യും. വിവിധ ട്രേഡ് യൂണിയൻ പെൻഷൻ സംഘടനാ നേതാക്കൾ പ്രസംഗിക്കും. 2021 ജനുവരി മുതൽ ലഭിക്കേണ്ട 21% ക്ഷാമാശ്വാസത്തിൽ 2% മാത്രമാണ് ലഭിച്ചത്. പെൻഷൻ പരിഷ്കരണ കുടിശ്ശിക 5 വർഷമായിട്ടും നൽകിയിട്ടില്ല. ഇക്കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടി പെൻഷനേഴ്സ് യൂണിയൻ സമരത്തിലേക്ക് നീങ്ങുകയാണെന്നും ഭാരവാഹികൾ പറഞ്ഞു. 2021 മുതലാണ് കേന്ദ്രം 21% DAR പ്രഖ്യാപിച്ചത്. എന്നാൽ കേരള സർക്കാർ 3-4 വർഷമായിട്ടും ഇതുവരെ നൽകിയിട്ടില്ല. സമൂഹത്തിലുണ്ടാകുന്ന മാർക്കറ്റിലുണ്ടാകുന്ന വിലക്കയറ്റം അനുസരിച്ചിട്ടാണ് DA പ്രഖ്യാപിക്കുന്നത്. അതായത് വിലക്കയറ്റം ഉണ്ടായി കഴിഞ്ഞതിന് ശേഷം ആണ് DA പ്രഖ്യാപിക്കുന്നത്. അതുകൊണ്ട് തന്നെ രണ്ടറ്റം കൂട്ടിമുട്ടിക്കാൻ, ജീവിതത്തിന്റെ രണ്ടറ്റം കൂട്ടിമുട്ടിക്കാൻ പ്രയാസപ്പെടുന്ന വളരെ സാധാരണക്കാരായ വ്യക്തികളാണ് സർവകലാശാലയിൽ ഭൂരിപക്ഷവും പെൻഷനേഴ്സ് ആയിട്ടുള്ളത്. അവർ ഈ മാസം കഴിഞ്ഞ മാസവും പെൻഷൻ മുടങ്ങി. അത് പെൻഷൻ മുടങ്ങിയെന്ന് പറഞ്ഞാൽ 5-6 ദിവസം കഴിഞ്ഞിട്ടാണ് ലഭിച്ചത്. അപ്പോൾ അതുകൊണ്ട് തന്നെ 1-ാം തീയതി ലഭിക്കേണ്ടതാണ്. അതിനനുസരിച്ചുള്ള തിരിച്ചടവുകളൊക്കെ ഉള്ള ഒരുപാട് സാധാരണക്കാർ അവിടെയുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇത് മുടങ്ങുക എന്ന് പറഞ്ഞാൽ ജീവിതത്തെ ബാധിക്കുന്ന പ്രശ്നമാണ്. ജീവൻ മരണ പോരാട്ടമാണ് നടത്തേണ്ടത്. ഈ തെരഞ്ഞെടുപ്പ് കാലമായിട്ട് പോലും പെൻഷൻ മുടക്കിയെന്നുണ്ടെങ്കിൽ അപ്പോൾ അതൊരു സൂചന മാത്രമാണ്. ഭാവിയിൽ പെൻഷൻ തന്നെ ലഭിക്കാതെ വരുന്ന അവസ്ഥ ഉണ്ടാകും, പെൻഷൻ വെട്ടിക്കുറയ്ക്കുന്ന അവസ്ഥ ഉണ്ടാകും. ഇതിനൊക്കെ എതിരായിട്ട് ശബ്ദിച്ചില്ല എന്നുണ്ടെങ്കിൽ അത് വലിയ പ്രതിസന്ധി സൃഷ്ടിക്കുന്നുള്ളത് കൊണ്ടാണ് പെൻഷനേഴ്സ് യൂണിയൻ ഒരു ധർണയിലേക്ക്, പ്രത്യക്ഷ സമര പരിപാടികളിലേക്ക് നീങ്ങുന്നത്. പ്രസിഡന്റ് ER അർജുനൻ, ജനറൽ സെക്രട്ടറി G പ്രകാശ് എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു.